നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയുക നമുക്കല്ല, മറ്റൊരാൾക്ക്. അതൊരു അത്ഭുത പ്രതിഭാസമായി നമ്മൾ കാണുന്നു. എന്നാൽ ആരുടെ മനസ്സും എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന മെൻ്റലിസ്റ്റായ ആദിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ആദിയുടെ മാനസിക വ്യവഹാരങ്ങളിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ആദി, ഞാൻ ഒരാളെ കൂടി കൊണ്ടുവരാം. Hi Adi, congratulations on the show JB Junction, and my one experience with you was in Mumbai. You completely blew my mind. I'm definitely critical and I was the skeptic over there and I kept questioning you, but you definitely blew my mind. So congratulations, you're definitely a fabulous mentalist. I wish you all the best. And my question to you is, do you really know telekinesis? All right. I'm looking forward to hear the answer. Take care. Bye. ഇതൊരു ശ്രീലങ്കൻ സുന്ദരിയാണ്. സ്റ്റീഫനി ഫോർമൽ മിസ് യൂണിവേഴ്സ് ആണ്. ശ്രീലങ്കനാണ് ബേസിക്കലി. അഗൈൻ അനദർ ഗുഡ്. അങ്ങനെ ഒരുപാട് സുന്ദരിമാരുടെ മനസ്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചു പോണ്ടേ? ജീവിച്ചു പോകണമെങ്കിൽ സുന്ദരിമാരുടെ മനസ്സ് വായിക്കണമല്ലേ? അത് സുന്ദരി എന്നൊന്നുമില്ല. ഷോന് വരുന്നവരോട് നമുക്ക് പറയാൻ പറ്റുമോ സുന്ദരിമാരെ കയറാൻ പാടുള്ളൂ അല്ല അങ്ങനെയൊക്കെ പറയാം? എന്താണ് അവൾ ചോദിച്ചത്? ആളുടെ ഇപ്പോഴത്തെ ചോദ്യം ഇപ്പോൾ ചോദിച്ചത് ടെലികൈനസിസ് എന്ന് പറയുന്നത് അങ്ങേക്ക് അറിയുമായിരിക്കുള്ളൂ. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി 1914 കോസ്മിക് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ ഒരു അമേരിക്കൻ ഓതർ, ഒരു ഹെൻറി ഹോട്ട്, അദ്ദേഹമാണ് ആദ്യം ഈ പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ ഒരുപാട് ബിബ്ലിക്കൽ ഇതിലൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ എബിലിറ്റി, പാരനോർമലായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റിനെയോ ഇവൻറ്റിനെയോ നമ്മുടെ മൈൻഡിൻ്റെ പവർ മാത്രം ഉപയോഗിച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. എളുപ്പം പറയാം, നമ്മുടെ യോദ്ധ സിനിമയിൽ ആ ഗ്ലാസ് മൂവ് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ, ആ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് അതൊക്കെ ശരിക്കും. പിന്നെ ഈ ലെവിറ്റേഷൻ ഇതുപോലുള്ള. അപ്പോൾ ഞാൻ ആളെ നേരിട്ട് കണ്ട സമയത്ത് ഒരു ഇവൻറ്റിൽ ആൾ നല്ല സ്കെപ്റ്റിക്കലാണ്. എഗെയിൻ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ആളിങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തു. ആ കോൺസെപ്റ്റ് അത് പറ്റും എന്നുള്ളതുപോലെ പ്രൂവ് ചെയ്തു. ആദ്യം അങ്ങനെ എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് സാധ്യമാണോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഷോയിൽ ചെയ്യുന്നുണ്ട്, ഇത് 100% പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളിത് അവതരിപ്പിക്കുക. പക്ഷേ എഗെയിൻ സയൻറ്റിഫിക്കലി ഇതുവരെ ഒരു 0% പ്രൂഫേ ഉള്ളൂ. ഒരു പ്രൂഫ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു വസ്തു ചലിപ്പിക്കാനൊന്നും നമുക്ക് പറ്റണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യുന്നു എന്നുള്ള ഒരു ഇമേജ് വരുത്തി തീർക്കാൻ പറ്റിയേക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇല്യൂഷൻ അല്ലേ? എക്സാക്ട്ലി. അത് പറ്റിയേക്കും. അതിപ്പം ഫണ്ണായിട്ടായാലും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിനായാലും പറ്റും. നമ്മളത് ചെയ്യുന്നത് നല്ലൊരു ഇൻറ്റൻഷനാണ്. ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പാരനോർമൽ സംഭവത്തിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം എന്താണ് അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു പേന അത് വേണ്ട, അത് കാണുമ്പോൾ പേടിയാണ്. ഇത് തരുമോ? ഒരു ബില്ല് തരുമോ? ബില്ല് ഏതെങ്കിലും ഒരു പൈസ. ഇത് പണമാണ് കുറച്ചുകൂടി എളുപ്പം. എൻ്റെ വാലറ്റിൽ നിന്ന് ഒരു നോട്ട് എടുത്ത് തരാമോ? തരട്ടെ പ്ലീസ്. ഏതെങ്കിലും. അത്രേ ഉള്ളൂ, വലുതൊന്നുമില്ല. വലുതരാം. 500 ഉണ്ടല്ലോ. ഞാനൊരു ഒരു തമാശയായിട്ട് എടുത്താൽ മതി. ഇതൊന്നും സൂപ്പർ നാച്ചുറലി അല്ലെങ്കിൽ പാരനോർമലി ഒന്നും ഒരാൾക്കും ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഞാനൊരു നല്ല ഇൻറ്റൻഷനിൽ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് വിചാരിച്ചാൽ മതി. ലെറ്റ്സ് എ ഷാഡോ. ഓക്കെ, ഗുഡ്. ഒന്ന് നോക്കണേ സാർ. വിത്തൗട്ട് എനി ഫിസിക്കൽ ഫോഴ്സ് ഇപ്പോൾ എനിക്ക് അതിനെ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് പോസിബിൾ? നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒന്ന് ഊതാം. എക്സാക്ട്ലി അല്ലേ? അത് കുട്ടികളുടെ സൊല്യൂഷനാണ്, നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വി മാനിപ്പുലേറ്റ് ഷാഡോ. വിൻഡ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി എളുപ്പം എന്ന് പറയും. ഓർ യു ജസ്റ്റ് മക്കളെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നിങ്ങളെയൊക്കെ അവിടുന്ന് വേണം ഇങ്ങനെ ഊതിയെടുക്കാൻ പറ്റും. സൂക്ഷിച്ചോളൂ കേട്ടാ. അങ്ങനെ പല ആൾക്കാരെ ആദ്യം ഊതിയെടുത്തിട്ടുള്ളതാണ്. ശരി. അത് എന്ത് വിദ്യയാണല്ലോ ഇത് ഉപയോഗിച്ച്? ഇറ്റ്സ് എൻ ഇല്യൂഷൻ സർ. അങ്ങനെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ? ചാലഞ്ച് ആയിട്ടാണെങ്കിലൊക്കെ പറ്റും. പക്ഷേ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ടെലികൈനസിസ് എന്ന് പറയുന്നത്. നമ്മളും ഇതൊക്കെ ഇല്ല, പ്രാക്ടിക്കൽ അല്ല എന്ന് പറയുമ്പോഴും ഇതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണ്. ഒരുപാട് ആഗ്രഹത്തോടെ അന്വേഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ നോട്ടുകളിലൊക്കെ എന്തെങ്കിലും പിന്നെ വേറെന്തെങ്കിലും ഞാനൊരു സംശയരോഗി വരട്ടെ. ഞാൻ അങ്ങയോടാണ് ഒരു നോട്ട് എടുത്തു തരാൻ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? പക്ഷെ എല്ലാ നോട്ടുകളിലും അങ്ങനെ എന്തെങ്കിലും പദാർത്ഥങ്ങൾ വെക്കുകയും
താങ്കളുടെ മോതിരത്തിൽ എന്തെങ്കിലും കാന്തശക്തി അത് കയ്യിൽ വെച്ചോളൂ. ഒന്ന് ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ എക്സാമിൻ ചെയ്തിട്ട് എനിക്ക് തന്നാൽ മതി. എന്തായാലും 500 രൂപ എനിക്ക് കിട്ടി. അതെ അതെ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടാവേ, ഒരു 1000 രൂപക്ക്. അപ്പോൾ ഞാനത് പേഴ്സ് എടുത്തിട്ട് വരാത്തത് ഒരു 500 രൂപ വേറെ എനിക്ക് കാട്ട്. എഗെയിൻ സെയിം ചെയ്യാൻ വേണ്ടി പറയണോ? പറ്റില്ല. പറ്റിക്കാം, പക്ഷേ എഗെയിൻ ഇപ്പം നമ്മൾ ചെയ്തില്ലേ, അതൊരു ഫണ്ടുണ്ടോ? ഫണ്ടില്ല. അല്ല, എനിക്കതൊന്ന് ഒന്ന് ക്യൂരിയോസിറ്റി, എൻ്റെ ഒരു സംശയം ഒന്ന് നിവർത്താൻ വേണ്ടി ആദ്യം ഒരു ചലഞ്ചെടുക്കാൻ പറ്റുമോ? പിന്നെന്താ, ആരെങ്കിലും മോനെ അല്ലല്ല, എനിക്ക് ഇയാളുടെ 500 വേണം. വാ, നീ കൂടെ വാ. ഇവിടെ ഒരു കാര്യം ചെയ്യണം മോനെ, ഒരു ലെഫ്റ്റിൽ നിൽക്കൂ. ഞാൻ നിനക്ക് 500 തിരിച്ചു തന്നു, കുഴപ്പമില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഒരു സെക്കൻഡ് അങ്ങ് ലെഫ്റ്റ് സൈഡിൽ വരും. ഞാനൊരു കാര്യം കാണിച്ചു, ഇവിടെ വരും പ്ലീസ്. നീ 500 പോക്കറ്റിലിട്. ഇതൊരു ട്രിക്കായിട്ട് കണ്ടാൽ മതി. ഇറ്റ്സ് എ ട്രിക്ക്. ഒരു എനർജി നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെയല്ല, വിശ്വസിക്കാത്തവരെ ഒരു എനർജി ഇല്ലെന്നേ, അതൊക്കെ പറയുന്നതല്ലേ. വിശ്വസിക്കാത്ത ആൾക്കാരെ വിശ്വസിക്കാൻ ചില ഗിമിക്കുകളൊക്കെ കാണിക്കാമെന്നാണ് കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുള്ളത്. അല്ല, ബേസിക്കലി നിങ്ങളുടെ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. അതല്ലേ എന്താണെന്നറിയോ, സയൻസ് ഉണ്ട് ഇതിന്. സയൻസ് എന്ന് പറയുന്നതിനേക്കാളും നല്ല ഇപ്പം മാജിക് അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ആർട്ട് ഒരു സയൻസ് ആണെങ്കിൽ ഇത് സയൻസ് തന്നെയാണ്. പക്ഷെ എനിക്കാരും മിസ്ലീഡ് ചെയ്യാൻ ഉദ്ദേശമില്ല. ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു 15ാമത്തെ വയസ്സിൽ നമ്മളിങ്ങനെ എല്ലാവരോടും പറയും, ഇങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവി, ഇതിനൊക്കെ ഒരു എൻ്റെ ആയിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ ആരും വിശ്വസിക്കില്ല, കാരണം നമ്മുടെ പ്രായം വളരെ ചെറുതാണ്. മുതിർന്നവരുടെ സദസ്സിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ നീ ഇപ്പോൾ അതൊക്കെ ഉണ്ട്, എനിക്കറിയാവുന്ന ആർക്കും അറിയാവുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുട്ടുണ്ട്, ഇതൊക്കെയാണല്ലോ കഥ. അപ്പോൾ അവരുടെ അറ്റൻഷൻ കിട്ടാൻ അവർ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ ഉണ്ടാക്കിയ കാരണം നമ്മൾ പറയുന്ന ഒരു പോയിന്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ വേണം. എക്സാക്ട്ലി അല്ലേ? അത് ഭയങ്കര ഹെൽപ്പായിരിക്കുള്ളൂ. അതായത് ഒരു ഡിസെപ്ഷൻ അല്ലെങ്കിൽ ഒരു മാജിക്കിന്റെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടൂ. അല്ലെങ്കിൽ എപ്പോഴും അതിനകത്തൊരു ഒരു മടിച്ചു നിൽക്കും. അതെ, ഇതിപ്പം ഒരു പ്യൂർ ഒരു ഇല്യൂഷൻ ഫോമാണ്. പക്ഷേ അഗൈൻ മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് വരുമ്പം അത് എവിടെയാണ് ഈ ഡിസെപ്ഷൻ പോയിന്റ് എന്നുള്ളത് പിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു ആർട്ടിസ്റ്റിനും ഒരു അക്കാഡമിക്കിനും ഒരുപോലെ കൺഫ്യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കുള്ളൂ നമ്മളത് ബ്ലെൻഡ് ചെയ്യുക, കോൺസെപ്റ്റ് ബ്ലെൻഡ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഒരു പക്ഷേ ഈ മേഖലയിൽ ഒരുപാട് ആൾക്കാർ സംസാരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ കൊണ്ടുവരട്ടെ. As well as being an expert in reading body language and a variety of other mind control techniques, Adi has been a serious and committed student of mine, studying the art of hypnotism for many, many years. When you combine these disciplines, you get the real deal. Someone who can not only read you and tell things about people, but also suggest how they think, feel, and respond. I would like you to answer this question. How can we use these tools for the good of humanity, to increase people's happiness, help them find peace, and feel more connected? Thank you. ആന്റണി ജാക്വിൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമ്പർ 1 ഹിപ്നോട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ സബ്ജക്റ്റ് റിലേറ്റഡ് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഹിപ്നോസിസൊക്കെ പഠിക്കുന്ന എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ബുക്സ് റെഫർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. എൻ്റെ ടീച്ചറാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഹിപ്നോസിസ് പഠിച്ചത്. അത് എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കോളൂ. കാരണം വെച്ചാൽ എനിക്ക് നിങ്ങളുടെ അറ്റൻഷൻ കുറച്ചുകൂടി വേണം. ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നു എനിക്ക് അതിനൊരു കാരണമുണ്ട്. ഓക്കെ, അപ്പം ഇദ്ദേഹം എൻ്റെ ടീച്ചറാണ്. അഗെയിൻ ഹിപ്നോസിസ് ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. ഇതും ചെറുപ്പത്തിലൊരു ഡ്രീമിൻ്റെ ഒരു ബാക്കി അദ്ദേഹത്തിലേക്ക് എത്തിപ്പെട്ടതാണ്. പിന്നെ ഇപ്പം നല്ല സുഹൃത്താണ്. ഈ ഡൈനാമോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വേൾഡ് ഫേമസ് ഇല്യൂഷനിസ്റ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ കൺസൾട്ടൻ്റ് ആണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി എങ്ങനെയാണ് താങ്കളുടെ ഈ സിദ്ധി അല്ലെങ്കിൽ ഈ കഴിവ് ഉപയോഗിക്കാൻ പറ്റുക? സാർ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, അതിപ്പോൾ ഒരു ഷോ ആയിക്കോട്ടെ, ഒരു കൗൺസിലിംഗ്, ഒരു സംഭവം ആയിക്കോട്ടെ, എന്തിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു സംഭവം ആയിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ ഒരു നല്ലൊരു നന്മ കാണുന്നുണ്ട് എൻ്റെ പിറകിൽ. ഒരു കൊമേഴ്ഷ്യൽ സൈഡല്ല. ഞാൻ അങ്ങോട്ട് ഒരു സ്വാഭാവിക സംഭാഷണത്തിൽ ഇത് സൂചിപ്പിച്ചിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ ആദ്യമായിട്ടുള്ള പ്രേക്ഷകർ അറിവിലേക്ക് ഇതിനകത്തൊരു വാണിജ്യപരമായ ഒരു തലമില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതെ അതെ, അത് സ്വാഭാവികമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ലെവലിലായിക്കോട്ടെ, കൗൺസിലിംഗ് ആയിക്കോട്ടെ, ഇതുവരെ നമ്മളൊരു 5 പൈസയുടെ ലാഭം നമ്മൾ ഒരാളോട് മേടിച്ചിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ യാത്രയൊക്കെ ചെയ്യുന്നത്. ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു നല്ലൊരു വശമുണ്ട്. സമുദായത്തിന് എന്തെങ്കിലും, സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യണം, ഒരു ഐ ഓപ്പണറായി പല സ്ഥലത്തും ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഇപ്പോൾ മനസ്സിലുണ്ട്.
ഈ ഒരു ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. പുറത്ത് പറയാറായിട്ടില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അത് വന്നു കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഇവിടുത്തെ പ്രമുഖ ആൾക്കാർ കുറേ പേര് കുടുങ്ങും. അപ്പോൾ ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ക്യാൻ മേക്ക് ദ പ്രൊജക്റ്റ് കംപ്ലീറ്റ്. അപ്പം അതാണ്. ഞാൻ ആദ്യം ചോദിച്ചല്ലോ, ആദ്യം ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. അതെ. അതെങ്ങനെയാണ് ഒരു ക്രിമിനൽ പുള്ളിയെ പിടിച്ചുകൊണ്ട് വെച്ചിട്ട്? അങ്ങനെയല്ല സാർ, ഇത് സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ. ആൾക്കാർ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, മർഡർ മിസ്റ്ററി അത്ര ചിന്തിക്കണ്ട. ഇപ്പോൾ അങ്ങേക്കൊരു കാറ്, സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കണം, അങ്ങേക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുപോകും, അത്രയല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പൊതുവേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനല്ല പുറത്തും ഈ ഒരു സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു യൂണിറ്റില്ല. ഇപ്പോൾ ബ്ലഡ് പാറ്റേൺ പഠിക്കാൻ ഒരു വിഭാഗം, ഇതിനൊക്കെ ആൾക്കാർക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ സബ്ജക്റ്റിൽ അങ്ങനെ ഇല്ല, കാരണം ഇത് റെയറാണ്. അപ്പം വിശ്വാസത്തിനെ ചൂഷണം ചെയ്യുന്ന പല കേസുകളും വരുന്നുണ്ട്. ഇപ്പം കുറച്ച് മുമ്പാണ് മന്ത്രവാദം പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലീഗലായിട്ടൊക്കെ പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് വരെ എന്താണ് അവർ ചെയ്യുന്നത്? അപ്പം ഡിപ്പാർട്ട്മെൻറ്റിന് അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടാകുമ്പം വി ഹെൽപ്പ് ദം. അപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങ് ശ്രദ്ധയിൽ നമ്മൾ ആ സിറ്റുവേഷൻ പഠിച്ച് അതിനെ അൺട്രാവൽ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ല, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു ക്രൈം നടന്നു, ഞാൻ അറിയാൻ വേണ്ടി. പക്ഷേ താങ്കൾ ഷെർലക് ഹോംസിൻ്റെ വലിയൊരു ആരാധനായതുകൊണ്ട് ആ ക്രൈം നടന്നു, ആ ക്രൈം കണ്ടെത്തുമ്പോൾ ഒരു പക്ഷേ 2-3 ആൾക്കാരുടെ മനസ്സ് വായിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് വെച്ചു. അതിൽ താങ്കളുടെ സേവനം ആരെങ്കിലും എടുക്കാറുണ്ടോ? ഇല്ല. എന്താണെന്നറിയോ, 2 കാര്യങ്ങൾ. അവിടുത്തെ സിറ്റുവേഷൻ, പ്രഷർ, ഇതൊക്കെ വ്യത്യാസമാണ്. നമ്മൾ ഒരാളെ നമ്മുടെ ഒരു പ്രമിസിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഒരു തോട്ട് റീഡ് ചെയ്തെടുക്കുന്ന പോലെയല്ല ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയി ചെയ്യുമ്പോൾ. കാരണം അവിടെ അദ്ദേഹത്തിന് സ്ട്രെസ് ഉണ്ട്. അപ്പം പല കാര്യങ്ങളും, ഇപ്പോൾ പോളിഗ്രാഫ് പോലും സ്ട്രെസ് ഉണ്ടെങ്കിൽ മാറിപ്പോകും. അതായത് ഒരു നിരപരാധി പോലും ഞാൻ നല്ല സ്ട്രെസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ലേഡി അതിലേ ക്രോസ് ചെയ്താൽ മതി, ആ അഡ്രിനാലിൻ റഷ് കൊണ്ട് ഈ പറയുന്ന കളവാണെന്ന് ഗ്രാഫ് തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോൾ അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇൻട്രോഗേഷനിൽ ഹെൽപ്പ് ആവും. അതായത് ലൈ ഡിറ്റക്ഷൻ എന്നുള്ള ഒരു പോയിന്റ്, മെഷീനുപരി ഒരു മനുഷ്യനെ അത് ട്രസ്റ്റ് ചെയ്ത് ആൾക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു ഇൻട്രോഗേഷനിൽ ആൾ പറയുന്ന കളവാണോ ചോദ്യം, അതിന് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതുപോലെ ആയിരിക്കണം, സ്പോണ്ടേനിയസ് ആയിട്ട് അത് ട്വിസ്റ്റ് ചെയ്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ക്രിമിനലിന് ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്യുക പെട്ടെന്ന്. അങ്ങനെ അവിടുത്തെ റിയാക്ഷൻ. പിന്നെ സിമ്പിളായിട്ട് പറയുമ്പം ഒരു കേസ് നമ്മുടെ അടുത്ത് വരുമ്പം അതിലുള്ള സ്വാഭാവിക വസ്തുതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം, ഒബ്വിയസ്ലി എക്സ്പേർട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ബ്രീഫ് ചെയ്യുമ്പം അവർ കാണാതെ പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. Hi Adi, it is great to know that a new show of yours is going to come up. Needless to say, I have enjoyed each one of my experiences with you, and each one was an eye-opener for me. I always thought I was a very rational human being, and I never believed in things which I could not explain to myself. But after seeing you perform some of the things that I saw you perform, I honestly have my own doubts. My only question to you is, how do you do it, man? All the best. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് മുരുകൻ. ഇദ്ദേഹം കർണാടകയിൽ ബെല്ലാരി അവിടുത്തെ ഇൻസ്പെക്ടർ ജനറലാണ്, IG ആണ്. വളരെ അടുത്തൊരു സുഹൃത്താണ്. ഒരുപാട് തവണ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ സഹായം അദ്ദേഹം എടുത്തിട്ടുണ്ടോ? സഹായം എന്നല്ല, നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹം ഒരു റാഷണലിസ്റ്റ് ആയിരുന്നു. പക്ഷെ നിങ്ങളെ പക്ഷേ ഇത് റാഷണലിസ്റ്റിനെതിരായിട്ടുള്ള കാര്യമൊന്നുമല്ലോ ഇത്. അല്ല, അങ്ങനെയല്ല. എഗെയിൻ പല കാര്യങ്ങളിലും ഒരു രണ്ടാമതൊരു ഒപ്പീനിയൻ, ഡിഫറെൻ്റ് ആംഗിൾ എന്നുള്ള ഒരു ഒപ്പീനിയൻ അത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടാൽ അതല്ല, നമ്മുടെ ഒരു യുക്തിബോധത്തിന് നിരക്കാത്തതാണോ താങ്കൾ ചെയ്യുന്ന കാര്യം? അല്ല, ഒരിക്കലും അല്ല. ചിലപ്പം യുക്തിക്ക് നിരക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഓക്കെ അല്ലാന്ന് തെളിയിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കുമല്ലോ, അതൊക്കെ ആയിരിക്കുള്ളൂ. യഥാർത്ഥത്തിൽ യുക്തിബോധവുമായി ബന്ധപ്പെട്ട് തന്നെയാണത്. ഇൻഡീഡ്. അല്ലേ? നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് പെട്ടെന്ന് ആൾക്കാർക്ക് പിടികൊടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാകുന്നുണ്ട്. ഒരു പെട്ടെന്ന് ഒരു ചിന്ത മനസ്സിലാക്കുന്നതിനേക്കാളും ഞാനിത് ഒരു കാര്യം ചോദിച്ചേട്ടെ. പിന്നെ ഇത് അങ്ങേക്ക് വേണ്ടി മാറ്റി വെച്ച പണിയാണ്. എനിക്കൊരു പണി തരാൻ പോവാണല്ലേ? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു 80% റിസ്ക്കിലാണ് ഞാനിത് ശ്രമിക്കുന്നത്. I need you to relax though. Don't need you to challenge me, okay? Oh, never know. In a moment, ഞാൻ ഇതൊന്ന് പെട്ടെന്ന് അങ്ങയുടെ കണ്ണിലേക്ക് ഒന്ന് ഫ്ലാഷ് ചെയ്യും. ഒരു കുഴപ്പമില്ല. So look right underneath my eye for a moment. Here, okay? Right. ഇവിടെ. Okay. Okay, look at me. And now, I'm very sure that you couldn't see it very properly though.
I need you to come up with a random word. Okay? ഒരു റാൻഡായിട്ട് പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ലാതെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു വേർഡാണ് അങ്ങ് ചിന്തിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് മനസ്സിൽ വന്ന വേർഡ് എന്നുള്ളത് ഒന്നൊന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. ഞാനത് മനസ്സിൽ പറയണോ ഇടയ്ക്കിടയ്ക്ക്? റിപ്പീറ്റ് ഇറ്റ് യുവർ സെൽഫ്. Yeah, I am repeating. Okay. Look at me. Could you think of the first letter? Just the first letter. ആദ്യത്തെ ലെറ്റർ മാത്രം. ജെ. തിങ്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല. Go for the last one. I just need to double confirm. Final, the last letter. കിട്ടിയോ? ഓണസ്റ്റ്ലി മനസ്സിലൊന്ന് എഴുതാമോ? അതായത് ഇതൊരു വലിയ ബോർഡാണ്, അതിനകത്ത് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒന്ന് എഴുതുക ആ ലെറ്റർ. ഇസ് ഇറ്റ് എ വൈ ആണോ? അതെ. എന്താണ് അങ്ങ് വിചാരിച്ച വേർഡ്? പറയൂ. ഞാൻ വിചാരിച്ചത് ജേർണി, യാത്ര. എന്തെങ്കിലും കാരണമുണ്ടോ സർ അത് വിചാരിക്കാൻ? ഞാൻ ഇന്ന് ഈ ഷോ കഴിഞ്ഞിട്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണം. അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല? ഒരു കാരണം. അപ്പോഴും അതൊരു റാൻഡം തോട്ടാണ്? റാൻഡം തോട്ടാണ്. പിന്നെ എനിക്ക് ക്യാമറയുടെ ഹെൽപ്പ് ഒന്ന് വേണം. ഇതൊന്ന് പിടിക്കോ? ഇത് ഞാൻ കാണിച്ച നോട്ടൊന്ന് എടുക്കോ? ഒന്ന് വായിക്കോ സർ. ജൂനിയർ ഒബ്ജക്റ്റ് യൂട്ടിലിറ്റി റെയിൻ നാഷണൽ enthusiastic year. എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ഓഡ്? ഫസ്റ്റ് ലെറ്റർ ഈസ് ജെ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഈസ്. ഫസ്റ്റ് ലെറ്ററുകൾ മാത്രം ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ ആലോചിച്ച വാക്ക് ജേർണി ആയിരുന്നു. അപ്പം അത് മൊറോലസ് അല്ല, ഇറ്റ്സ് ആക്ച്വലി ഇപ്പം മുകളിൽ ജൂനിയറും താഴെ ഇയറും നോട്ട് ചെയ്താൽ അറിയാം. ആദ്യത്തെ ലെറ്റർ മാത്രം കുറച്ച് പതിവിൽ കുറച്ച് ഞാൻ സൂമിൻ കുറച്ച് വലുതാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. സോ that's it. JOURNEY, journey. Perhaps about injecting an idea into someone's subconscious rather than reading. Is it a magic? It isn't. Is it a magic trick? It is not a magic. It's not a magic. No. Sure? Seriously? ഞാനൊരു ദിവസം ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ തിരിച്ച് ആദ്യം എടുത്ത് വരും. പിന്നെന്താ, വളരെ വളരെ സന്തോഷം. ഞാൻ തന്നെ പഠിപ്പിച്ചേരാം. ഓക്കെ. ഒരാളെ താങ്കളുടെ ആ ഒരു കർമ്മപഥത്തിലേക്ക് അട്രാക്ട് ചെയ്യാനും അവരെ വിശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പ്രസന്റേഷൻ എല്ലാം അങ്ങനെയാണ് വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ എന്റർടൈൻ. ഇപ്പം മെന്റലിസ്റ്റിന് എക്സാക്ട്ലി ഇത് നല്ലൊരു ചോദ്യമാണ്. മെന്റലിസ്റ്റിന് എപ്പോഴും 2 ഫേസ് ഉണ്ട്. ഒന്ന് ആക്കഡമിക് ഫേസ്, 2 എന്റർടൈനിങ് ഫേസ്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എന്റർടൈനിങ് സൈഡിൽ വരുന്നതാണ്. അഗൈൻ ഒരു കൺവിൻസർ അല്ലെങ്കിൽ ഒരു എന്റർടൈനിങ് മാത്രമായിട്ട് ഇവിടെ ഇരിക്കുന്ന പിള്ളേരിൽ ചില ആൾക്കാരെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വഴങ്ങിയിട്ടില്ല. എനിക്കറിയാം ചില ആൾക്കാരുടെ ബോഡി ലാംഗ്വേജിൽ എന്തൊരു ഉടായ്പ പരിപാടിയാണ്. ശരി. പിന്നെ അവർ വിചാരിച്ചിട്ടുണ്ടോ ഇത് നമ്മൾ തമ്മിലൊരു മാച്ച് ഫിക്സിങ് നടന്നോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ വിചാരിക്കാം. ശരിയാണ്. ഉണ്ടാകാം അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഈ പിള്ളേരിൽ നിന്ന് ഒരാളെയും കൂടെ ഒന്ന് പൊക്കിയാൽ നമുക്ക് പിന്നെന്താ ഓഡിയൻസിനെ വിളിക്കണം എന്നാണ്. ആരെങ്കിലും ഒരാളെ സർ പ്ലീസ് ഒന്ന് വരും. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇയാൾക്കില്ലല്ലോ. അയ്യോ, ഈ സാറിനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കണ്ടിട്ടില്ല. നീ എന്താ ചെയ്യണേ? ഞാൻ പഠിക്കുന്നു ഏവിയേഷൻ. എന്തിനാ പഠിക്കണേ? ഏവിയേഷൻ. എന്തിനാ? എവിടെ? നാടെവിടെയാ? ആലപ്പുഴ. ആലപ്പുഴക്കാരനാണ്. മീശയൊക്കെ പഠിച്ചു കളഞ്ഞാണോ അതേ വരാതിരിക്കുന്നതാണോ? പഠിച്ചു തന്നെയോ? ശരി, ഓക്കെ. നമുക്കൊരു കാര്യം നോക്കാം. ഈ പാഡൊന്ന് എടുക്കോ. ഇവിടുന്ന് തന്ന പാഡാണ്, ട്രിക്കൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആ മാജിക് പെൻ ഒന്ന്. ഇതിനകത്ത് ഒരുപാട് മാജിക് ഉണ്ട്, സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. പൊള്ളുന്നുണ്ടോ നോക്കണം. പൊള്ളുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, ശരി. ഓക്കെ. പേരെന്താണ് പറഞ്ഞത്? വന്ദനൻ. വന്ദനൻ. നീ വന്ദനനെയാണോ പ്രേമിക്കുന്നത്? അല്ല. ഓക്കെ, വന്ദനൻ. അതുകൊണ്ട് നീ എന്തുകൊണ്ട് നീ അവളെ പ്രേമിക്കുന്നില്ല? എന്നാല് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. എന്റെ മുഖത്ത് വല്ലാത്ത പ്രണയമുണ്ട് കേട്ടോ. ഇനി കാണാലോ അല്ലേ? ഇത് കാണാലോ. ഓക്കെ. വന്ദനൻ ഒരു കാര്യം, ജീവിതം മാറി പറയാൻ പോവാണ് ഇപ്പോൾ. അല്ലെങ്കിൽ എൻ്റെത് ആരുടെങ്കിലും മാറും. അതെ, അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത്. ക്യാമറയും ഞാനും തമ്മിൽ ഇവിടെ ഒരു കോർഡിനേഷൻ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കണ്ണിൽ നോക്കി. അഗെയിൻ ദിസ് ഇസ് ദ സ്പോട്ട്. ഓക്കെ. മനസ്സിൽ ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പിക്ചർ. ഇപ്പോൾ ഒരു സ്റ്റിക്ക് മാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഏവിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എയർപ്ലെയിൻ്റെ ഒരു ഇതൊക്കെ വളരെ ഒബ്വിയസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വരച്ചാൽ നല്ലതാണ്. എനിക്ക് എളുപ്പമാണ്. വേറെ എന്തെങ്കിലും ഒരു ചിത്രം മനസ്സിൽ വരുന്നത് പെട്ടെന്ന് ജസ്റ്റ് കോൺഷ്യസ് ഒന്നും ആവണ്ട, ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഓക്കെ ഗോൺ. മെന്റലിസ്റ്റുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ പെൻ റീഡിംഗ് എന്ന് പറയും. ദ ഓപ്പോസിറ്റ് സൈഡ് പെൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് യു ക്യാൻ കൈൻഡ് ഓഫ് ഗെറ്റ് ദ ഗ്രാഫ് ഓർ എ ലെറ്റർ, ഹൗ ഇറ്റ് ഗോസ്. പെൻ റീഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ വേറൊരു ഫേസ് ആണ് ലിപ്പ് റീഡിംഗ്.
ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് ഇത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ആ ഒരു സെൻസ് നമുക്ക് എന്താ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അത് ബാലൻസ് ആവും. അപ്പം അതിന്റെ വേറെ എക്സ്റ്റൻഷൻ ആണല്ലോ നമ്മൾ അതാണ് പെൻട്രീഡിങ്. എക്സാക്ട്ലി അല്ലേ? എക്സാക്ട്ലി. പെട്ടെന്ന് ഒരാൾ ഫ്രൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അയാൾക്ക് നമ്മൾ പറഞ്ഞതിനോട് അത്ര താല്പര്യമില്ല എന്നുള്ളത്. ഇപ്പൊ കണ്ണ് പുറത്തേക്ക് തള്ളുന്നു, അത് വലിയ സംഭവമാണ്. ഇപ്പൊ നമ്മുടെ ഈ ചെങ്ങാതിരെ തള്ളിയില്ലോ. പ്യൂപ്പിലോമെട്രി എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന്റെ ഈ ഇത് പ്യൂപ്പിളിന്റെ ചലനങ്ങൾ മാത്രം ബേസ് ചെയ്തിട്ട് പ്യൂപ്പിലോമെട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെയുണ്ട്. ഇനി ബിലീവ് ഇത്രയും പോകുന്ന ഒരു സാധനത്തിന് ഇതിനെപ്പറ്റി ഇതിന്റെ ചലനങ്ങളും മൂവ്മെന്റ്സും മാത്രം പഠിക്കാൻ ഒരു സബ്ജക്ട് ഉണ്ട്, പ്യൂപ്പിലോമെട്രി. വളരെ കറക്റ്റാണ്. ആദ്യം ഇപ്പം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആദ്യ പ്രണയത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ണോട് കണ്ണ് നോക്കിയിട്ടായിരിക്കില്ലേ? ആദ്യത്തെ പ്രണയം അങ്ങനെയല്ല. പ്രണയം ഞാൻ കറക്റ്റാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഞാൻ അയ്യോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ 2 കേസാണ് പറയാനുള്ളൂ. അപ്പോൾ ആദ്യത്തെ കുട്ടീനെ അങ്ങനെ കണ്ടിട്ടുള്ള അങ്ങനെ ഒരുപാട് കണ്ട് ഒരു കണ്ണിൽ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ആദ്യം പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, ഐസ് ആർ വിൻഡോസ് ടു ദ സോൾ. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ബാക്കിയുള്ള മൊത്തത്തിന്റെ മൊമെന്റ് അറിയാം. പിന്നെ പേടി, എല്ലാ എക്സ്പ്രഷനും ഈ കണ്ണിന്റെ NLP-ൽ ഐ ഇന്റഗ്രേഷൻ ടെക്നിക് എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഐ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിന് ഒരു സബ്ജക്ട് തന്നെയുണ്ട്, ഒരു പാഠം തന്നെയുണ്ട്. ഈ കണ്ണിന്റെ ഓരോ തരത്തിലുള്ള മൂവ്മെന്റും ഓരോ കോർണറിലോട്ട് മൂവ് ചെയ്യുന്ന ഓരോ പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു വിഷ്വൽ മെമ്മറി എന്നൊരു സംഭവം ഓർത്തെടുക്കുവാണോ, അല്ല ക്രിയേറ്റീവ് ആണോ, ഒരു ശബ്ദം കേൾക്കുവാണോ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുവാണോ, ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്നത്, ഇതൊക്കെ ഈ മൂവ്മെന്റിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞോ? വലിയ പിക്ചർ ആണെന്ന് തോന്നല്ലോ. കഴിഞ്ഞു. ഇനി അദ്ദേഹം ചെറിയൊരു പരക്കാരനല്ല. ഇല്ല, ഞാൻ യഥാർത്ഥത്തില് വാൻഗോ ഒക്കെ ആണ്ട് ആളാണ്. ഒന്നും മനസ്സിലാവുന്നില്ലേ? ഇവരെന്താ വരച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ തീരുമാനമായി. അല്ല, അങ്ങൊരു കാര്യം ചെയ്താൽ മതി, അതിന്റെ സബ്ജക്ട് മാത്രം നോക്കിയാൽ മതി. അല്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ആള് പറഞ്ഞു സംഭവമാണോ, ഇതെന്താ മോഡേൺ ആർട്ടോ? അല്ല എഴുതണ്ട, എഴുതിക്കോളൂ. കാരണം വെച്ചാല് അവര് തന്നെ മനസ്സിലാകുന്നില്ല എന്താ വരച്ചത്. എഴുതുന്നത് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. അല്ല എഴുതി കഴിഞ്ഞു അല്ലേ? ശരി, ഓക്കെ. ഭയങ്കരനാട്ടോ, ഇവന് വലിയ ഭാവി ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു കാര്യം ഒന്നുകൂടി കൺഫേം ചെയ്യാം. അദ്ദേഹം ചോദിച്ചു, ഇവിടെയുള്ള ഒരു ഓഡിയൻസ് മെമ്പറിൽ ഒരാളും ഞാനും തമ്മിൽ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇന്ന് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ആൾക്കാരൊന്നും ഷോന് മുമ്പ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പറ്റില്ല, ഇത് ആദ്യമായിട്ടാണ് അല്ലേ നമ്മൾ അതിലൊരു ഇൻട്രസ്റ്റ്. ഓക്കെ, എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ അടുത്ത് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നീഡ്സ് ആൻ ഇന്റലക്ച്വൽ അവയർനെസ് ഓഡിയൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫാമിലി ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ടൈപ്പ് ആണെങ്കിൽ നന്നാവും ഞാൻ പറഞ്ഞിരുന്നു. ഇവരൊക്കെ വിദ്യാർത്ഥികളാണ്. അല്ല, ഏവിയേഷൻ ചെറിയ കാര്യമില്ല, പറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെയുള്ളവർ ഞാനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ ഞാനിവിടെ ചെയ്യുന്നതൊക്കെ ഒരു ആക്ട് മാത്രം. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഓവർ പ്രൂവ്. അല്ല, അങ്ങനത്തെ ഒരു ഫ്രോഡ് പരിപാടിക്ക് നമ്മൾ എല്ലാവർക്കും അറിയാം. എന്നാലും അപ്പോൾ ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്. എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആ സമയത്ത് അല്ലേ? ആ സമയത്ത് തന്നെയല്ലേ ചിന്ത വന്നത്? എനിക്കൊന്ന് കാണിച്ചു തരുമോ സാർ പ്ലീസ്? പറയാൻ പറ്റില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു മരമാണ്. അത് എനിക്ക് യെസ്, താങ്ക് യു സോ മച്ച്. ഇത് മരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങാൻ ഏതെങ്കിലും മരം കണ്ടാൽ ഇവനെ കൊല്ലും. മരത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ എഴുതികൊണ്ട് മാത്രമാണ് മരമാണ്. നേരത്തെ ഞാൻ വളരെ ജെന്യൂനായിട്ട് ഒരു കാർഡ് ഫ്ലിക്ക് ചെയ്തിട്ട് ഒരു സംഭവം ഒരു വേർഡ് വിചാരിക്കാൻ പറഞ്ഞു. അത് ടെസ്റ്റ് കണ്ടീഷനിലായിട്ട് പോലും അങ്ങനെ തമാശക്കായിരിക്കും. അങ്ങനെ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചു, ഇത് സെറ്റപ്പാണോ, എന്തെങ്കിലും മാജിക് ആണോ, അങ്ങനെ ചോദിച്ചു. ഈ ഐഡിയ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഞാൻ ഇംപ്ലാന്റ് ചെയ്തതാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതും കൂടെ കണ്ടാൽ വിശ്വസിക്കാലോ? ഇൻ ദ മീൻ ടൈം അദ്ദേഹത്തിന് അങ്ങയുടെ മുമ്പിൽ ഒരു എൻവലപ്പ് ഇരിക്കുന്നുണ്ടല്ലേ? ഒന്ന് തുറന്നു നോക്കാമോ? ഒരു വലിയ എൻവലപ്പ് കാണുന്നല്ലേ? പ്ലീസ്. ഇത് കൈൻഡ് ഓഫ് സീൽഡാണ്. ഓ, ഇത് മറ്റേ സീൽ ചെയ്തിരിക്കുന്നു. സീലല്ല, കൈൻഡ് ഓഫ്. ഓ, ദാറ്റ്സ് ഇറ്റ്. കൺഗ്രാറ്റ്സ് ആദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സൂപ്പർ. ആദി, ഒരുപാട് ടെലിവിഷൻ ഷോകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൈരളിത്തിൻ്റെ ഒരു അശ്വമേധം ഉണ്ടായിരുന്നു, നമ്മുടെ പ്രദീപിൻ്റെ ഒരു എന്താ പറയുക മെൻ്റൽ പാലസ്, മനസ്സിൻ്റെ
ഒരു ഇങ്ങനെ ഇതൊക്കെ ആദ്യം വാച്ച് ചെയ്തിട്ടുണ്ടോ ആ ഷോകളൊക്കെ? ഭയങ്കര ഫാനായിരുന്നു. അത് മെൻ്റൽ അഗെയിൻ യുനോ ചില സെർട്ടൈൻ കാര്യങ്ങൾ സബ്ജക്റ്റിൽ ഉൾപ്പെടുന്നതാണെന്ന് പോലും ആർക്കും അറിയില്ല. അത് ഉൾപ്പെടുത്താന്നേ ഉള്ളൂ. ഇപ്പം മൈൻഡ് പാലസ് എന്ന് പറയുന്ന ഒരു 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 പ്രക്രിയയുണ്ട്, ഒരു സംഭവമുണ്ട് സൈക്കോളജിയിൽ. അത് വന്നിട്ട് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു മെമ്മറി അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് മെമ്മറി, ഇറ്റ്സ് ബിഗ്, ഇറ്റ്സ് കണക്റ്റഡ്, ലൈക്ക് ഒരു മണി ചെയിൻ പോലെ ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കുള്ളൂ ആ മെമ്മറി. ഇപ്പം കിട്ടുന്ന നിലവിലുള്ള ഒരു മെമ്മറിയും ഇതും തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മളൊരു മെമ്മറി സേവ് ചെയ്യുക. അങ്ങനെയാണ് ഈ ആൾക്കാർ ഒരു പാക്ക് കാർഡ്സ് ഒക്കെ നോക്കിയിട്ട് ബൈ ഹേർട്ട് ചെയ്യുന്നതും പെട്ടെന്ന് നോക്കി പറയുന്നതും. അപ്പോൾ ഇത് ഈ മൈൻഡ് പാലസ് എന്ന് പറയുന്നത് ഇതൊരു റിവേഴ്സ് പ്രോസസ്സാണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു നോളജ് ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്ന് ഓരോ ചോദ്യങ്ങളിൽ നിന്നും എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം ചെയ്യാം. അഗെയിൻ ഇതിൽ സിൻസ് യു ടോക്ട് അബൌട്ട് ദിസ് സബ്ജക്റ്റ്, ഞാനിത് ചെറുപ്പത്തിൽ കാണുന്ന സമയത്ത് അന്ന് വീട്ടിൽ ടി വിയിലാണ്, അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി വേണം കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എന്ത് ബ്രില്യൻ ഗെയിം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വിദേശത്തെ ഒരു ഗെയിമിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് അദ്ദേഹം ചെയ്തത്. അതായത് 20 ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആളെയോ ഒരു ഒബ്ജക്റ്റോ ഭൂമിക്ക് താഴെ സൂര്യന് താഴെ എന്തും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് പൊട്ടത്തരമാണ്, ഒരു ചിന്തയാണ്, ഉത്തരം കിട്ടാതെ ഇത് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അതായത് ഉത്തരം അവർ പറയരുത്, നമ്മൾ പക്ഷേ ഇത് ലീഡ് ചെയ്ത് ഇങ്ങനെ പോകണം. പിന്നെ ഓവർ ദ പീരീഡ് നമ്മളിത് സബ്ജക്റ്റൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം ഐ മെയ്ഡ് മൈ ഓൺ വേർഷൻ. നമുക്കൊന്ന് ശ്രമിച്ചോടെ? ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെർവസായി പെർഫോം ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ പർട്ടിക്കുലർ. കാരണം അങ്ങയുടെ മുമ്പിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് പാറ്റേൺ കിട്ടുന്നില്ല, പക്ഷെ അപ്പോഴും ഇപ്പം യു ആർ വെരി ഫ്ലെക്സിബിൾ. ദെൻ അങ്ങേക്ക് ഒരാളെ വിചാരിക്കുക, ഫേമസ് ആയ ആളായിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഗെയിം ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ 5 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുള്ളൂ, മാക്സിമം 6. ഇതിനുള്ള ഉത്തരം ഓണസ്റ്റ് ആയിട്ട് തരണം, പക്ഷേ മനസ്സിൽ പറഞ്ഞാൽ മതി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഈസ് ഇറ്റ് ആൻ ഇന്ത്യൻ? അലൈവ്? പൊളിറ്റീഷ്യൻ? ഞാൻ ഓണസ്റ്റ്ലി ഒരു കൺഫസ്, ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. പൊളിറ്റീഷ്യൻ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ല, ഞാൻ ആണെന്നും അല്ലെന്നും പറഞ്ഞു. അങ്ങേക്ക് അറിയാവുന്നിടത്തോളം അങ്ങ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോൾ കൺഫേമായി. ലിറ്ററേച്ചർ ഓർ മൂവി? മലയാളം മൂവി ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും ആണോ? ചോദ്യം മാറ്റി ചോദിക്കണം. ഓക്കെ, ഗുഡ്. ഞാൻ ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചു, അലൈവ് ആണോ എന്ന് ചോദിച്ചു, പൊളിറ്റീഷ്യൻ ആണോ എന്ന് ചോദിച്ചു, ലിറ്ററേച്ചർ ഓർ മൂവി എന്ന് ചോദിച്ചു. ഇപ്പോൾ ചോദിക്കുന്നു മലയാളി ആക്ടർ ആണോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കും. എനിക്ക് വേറൊന്നല്ല, ഇങ്ങനെ ഒരു ഷോയിൽ തെറ്റ് വരുത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ റൂൾ സ്റ്റിൽ. 50+. You don't have to answer this. It's either Rajinikanth or Kamal Hassan. Kamal Hassan? Thank you very much. There it is. എനിക്ക് ഞാൻ ഒരു കാര്യം ചോട്ടെ ആദ്യമായിട്ട്, എനിക്ക് വീണ്ടും ചോദിക്കേണ്ടത് വെച്ചാൽ ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷോ ആയതുകൊണ്ടാണ്. ഞാൻ ഒരാളെ ഈ കമലഹാസനെ ഞാൻ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ആലോചിച്ചത് മാത്രം ഞാൻ ഇൻസ്റ്റന്റ് തോട്ട് ഞാൻ പറയട്ടെ. ഒരു ചിന്ത വരുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ അങ്ങേക്ക് ഒരു ഫ്രീ വിൽ തരാം. വീണ്ടും 500 രൂപ വരുന്നുണ്ട്. വെറുതെ ഇരിക്കട്ടെ. ഇത് എനിക്ക് വരേണ്ട ഒരു പണമാണെന്ന് എനിക്ക് സംശയം. ഒരു ICCIയുടെ കാർഡ് നമ്മുടെ കോയിനാണ്. നമ്മുടെ കോയിനാണ്, 10 രൂപയാണ്. അതെ, ഓക്കെ. ഒരുപാട് പ്രേക്ഷകർക്കുള്ള ഒരു സംശയമാണ് അങ്ങ് ചോദിച്ചത്, അതുകൊണ്ട് തെറ്റില്ല. ഈ 3 കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി. ഇതൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. സ്റ്റിൽ ഈ കാര്യം കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കീ ഫോം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതോടെ പ്ലേസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അങ്ങ് കയ്യിൽ വെച്ചോളൂ. ഡോൺ ജസ്റ്റ് കയ്യിൽ വെച്ചോളൂ. 3 ഒബ്ജക്ട്സ് ഉണ്ട്. ഇൻസ്റ്റൻറ്റ് തിങ്കിങ് ആണ്. നമ്മളിതിനെപ്പറ്റി സംസാരിച്ചിട്ടോ ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല. ആദ്യം ചെയ്യേണ്ടത്, ലെറ്റ് യുവർ മൈൻഡ് ഗോ back and forth in that ladder and take an object and put it in your pocket. Whatever you are taking, you will put it in your pocket. ഞാൻ ആദ്യം അങ്ങോട്ട് നോക്കണം. അങ്ങോട്ട് ഇഷ്ടം, മനസ്സ് ആവശ്യമുള്ളത്ര മാറ്റിക്കോളൂ. എന്നിട്ട് കോൺഷ്യസ്ലി, once you committed the decision,
Take one object and put it in your pocket. ഒബ്വിയസ്ലി ഒരു 1-2 തവണ മനസ്സിൽ ചേഞ്ച് ചെയ്ത് കാണണം, എന്നാലും എടുത്തോളൂ. ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എടുത്തോളൂ, അത് അങ്ങയുടെ പോക്കറ്റിൽ ഇടാം. ഗുഡ്, താങ്ക് യു. പുട്ട് ഇറ്റ് ഇൻ യുവർ പോക്കറ്റ് പ്ലീസ്. താങ്ക് യു. ഇനി 2 ഒബ്ജക്റ്റേ ഉള്ളൂ. ഞാനതൊന്ന് റീപൊസിഷൻ ചെയ്യാം ഫോർ മൈ ഗുഡ്. ഇതിൽ ഒരു ഒബ്ജക്റ്റ് അങ്ങെടുത്ത് എൻ്റെ കയ്യിൽ തരും, ബാക്കി വരുന്ന ഒബ്ജക്റ്റ് അങ്ങയുടെ കയ്യിൽ തന്നെ വെക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്നെടുത്ത് എൻ്റെ കയ്യിൽ തരും, ഇതിന് മാറ്റമൊന്നുമില്ല. ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കുക, എൻ്റെ കയ്യിൽ തരാം. താങ്ക് യു. അവിടെ ഇരുന്നോ. അങ്ങേക്കിത് റാൻഡം ഡിസിഷൻസ് ആണ്, മനസ്സ് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ ഇതൊക്കെ ഞാൻ മുമ്പേ കൂട്ടി കമ്മിറ്റ് ചെയ്ത ഒരു ഔട്ട്കം ഞാൻ അങ്ങയുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇത്രയും നേരം എനിക്ക് തോന്നുന്നില്ല 100% അങ്ങനെ ശ്രദ്ധിച്ചൊന്നും നോക്കരുത്. ഈ ഒരു ചാൻസ് മാത്രം മനസ്സ് മാറ്റണമെങ്കിൽ ഞാൻ തരാം. അതായത് പിന്നീട് നോക്കുമ്പോൾ ഞാനത് മാറ്റിയിരുന്നെങ്കിലോ, എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ പോയിട്ട് ഷോനെ പറ്റി ആലോചിക്കുമ്പോൾ അയ്യോ ഞാൻ ആ സമയത്ത് അത് മാറ്റിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് ആലോചിച്ചേക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കൈ തന്ന സാധനം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് അങ്ങയുടെ ഇഷ്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, നിങ്ങളുടെ ഇഷ്ടം. വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അതെടുത്ത് കയ്യിൽ വെച്ചോളൂ. പോക്കറ്റിലിടണോ? അല്ല, കയ്യിൽ വെച്ചാൽ മതി. പോക്കറ്റിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ, ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. എഗെയിൻ ആ കീ ഫോബ് ഒന്ന് അവിടെ വെക്കും. ഞാനത് തൊടുന്നൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ നേരത്തെ എടുത്തതോ എന്തെങ്കിലും ആണോ? ഇപ്പം തോന്നുന്ന ഡിസിഷൻസ് ആണ് ഇതൊക്കെ അല്ലേ? ഇപ്പം തോന്നുന്നതാണ്. ഞാനിതൊന്ന് തിരിച്ചു വെക്കുവാണേ, ശരിക്കും ശ്രദ്ധിക്കണേ. 1 ലാസ്റ്റ് ചാൻസ് ടു ചേഞ്ച് യുവർ മൈൻഡ്. മരണോ? ഇല്ല, വേണ്ട. ഓക്കെ, ക്യാമറ ക്ലോസ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ഈ ഡിസിഷൻ എടുത്താണ്. ഈ ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഞാനിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം കാർഡ് എടുത്ത് അതിൽ വെക്കും. നേരത്തെ ഈ ഒരു ഫൺ എലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആ നോട്ട് നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു ബെറ്റിന്റെ കാര്യം പറഞ്ഞു. ഒബ്വിയസ്ലി വി ഡോണ്ട് ഹാവ് എ ബെറ്റ് ഗോയിങ്. അപ്പോൾ ഞാനിത് ക്യാമറക്ക് ഒന്ന് കാണിച്ചോട്ടെ ഞാൻ എഴുതിയ എന്താണെന്ന്. അങ്ങേക്ക് വേണമെങ്കിൽ എൻ്റെ സൈഡിലിരുന്ന് ഇത് വായിക്കാം. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ എഴുതിയത് ഐ ഹാവ് കമ്മിറ്റഡ് മൈ സെൽഫ്. പോക്കറ്റ് ഹാസ് കാർഡ്. ഐ ഹാവ് ദ കോയിൻ ആൻഡ് യു ഹാവ് ദ ബിൽ. ഞാൻ ഇത് പുറത്തേക്ക് എടുക്കട്ടെ. ഇതാണ്, അതായത് ഞാൻ എടുത്ത സാധനം അദ്ദേഹം നേരത്തെ തന്നെ പ്രവചിച്ചിരിക്കുന്നു. 3 ഒന്നല്ല 3. അതായത് പോക്കറ്റ് ഹാസ് കാർഡ്. എൻ്റെ കയ്യിൽ പോക്കറ്റ് കാർഡായി. ഐ ഹാവ് ദ കോയിൻ, ദാറ്റ് ഈസ് ആദി ഹാസ് ദ കോയിൻ. യു ഹാവ് ദ ബിൽ. വെരി ഗുഡ്. അതായത് ഞാൻ ഒന്ന് കമ്പോഷർ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. ഇതെല്ലാം തിരിച്ചു തരട്ടെ ഞാൻ. അങ്ങനെയാണ് പ്രൊസീജിയർ. Traditionally, it is a traditionally. Thank you, sir. Congrats. Thank you. Well done. Thank you. ഇവരെന്തായാലും മുന്തിയത് നോക്കിയിട്ട് എടുക്കുള്ളൂ എന്നൊരു തോന്നലുകൊണ്ടാണോ ആദ്യം അത്? അതെന്താണെന്നറിയോ? സൈക്കോളജി ആണോ? ഞാൻ പറയാം. സൈക്കോളജി ഉണ്ട് ഒബ്വിയസ്ലി. അതായത് കുഷൻ ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ബില്ലിയാർഡ് കളിക്കുമ്പോൾ. ബില്ലിയാർഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. ഞാനും പോരാ. അപ്പോൾ ബില്ലിയാർഡ് ട്രൈ ചെയ്യുമ്പോൾ ഈ കുഷൻ ഷോട്ട് എന്ന് പറയുന്നത് ചില ഷോട്ടുകൾ നമുക്ക് നേരിട്ട് അടിച്ചിടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ സൈഡിൽ ബാറിൽ അടിച്ചിട്ട് ദെൻ കണക്ട് ചെയ്ത് അതിലേക്ക് അടിക്കും. അപ്പം ഞാൻ 3 ഒബ്ജക്റ്റ് ആയിരിക്കുമ്പം എന്തെങ്കിലും ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ഒരു ഫോഴ്സിങ്, സൈക്കോളജിക്കലി ഒരു ഇമ്പോർട്ടൻസ് ഞാനൊരു ഒബ്ജക്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ അതിന് പോകും. പക്ഷേ ഒരു അബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു സൂപ്പറായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ല, അങ്ങ് വിചാരിക്കുക. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഓ അദ്ദേഹത്തിന് ഞാൻ കോയിൻ എടുക്കുന്നതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അപ്പം അത് വേണ്ട, നേരെ നോട്ട് എടുക്കാം. ഇതൊരു കൈൻഡ് ഓഫ് റിവേഴ്സ് സൈക്കോളജി, ഡബിൾ ബ്ലഫ് എന്നൊക്കെ പറയില്ലേ. എനിവേ യു വെന്റ് ഫോർ ഇറ്റ്. ആൻഡ് ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് എന്താ കാരണം വെച്ചാൽ എനിക്ക് ആദ്യം ഈ ഒരു ഫസ്റ്റ് ഷോയിൽ എനിക്ക് പരിഭ്രമിപ്പിക്കാനോ പരീക്ഷിക്കാനോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം ഞാനാണ് പരീക്ഷണ വസ്തു എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതലൊരു കോംപ്ലിക്കേഷൻ ആക്കാതെ ഒരു പാറ്റേൺ എന്നത്തെ ഞാൻ ഫോളോ ചെയ്തത്. പക്ഷേ ആ പാറ്റേൺ എന്തായാലും താങ്കൾ ഒരു പ്രവചിച്ചൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു പാറ്റേൺ ആയിരിക്കണം അത്. ദിസ് ഈസ് നോട്ട്. ഞാൻ ഇതിൽ വേറൊരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ കോയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തന്നെ. അതായത് 3 ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത്, ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ്, സ്റ്റിൽ 3 ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് 70% ഓഫ് ദ പീപ്പിൾ വിൽ ഗോ ഫോർ ദ മിഡിൽ വൺ. അങ്ങനെ ഒരു സംഭവമുണ്ട്.
അപ്പോൾ സാധാരണ ഞാൻ ഈ കാർഡിന് പകരം ഞാൻ ഇതായിരിക്കും ടിഷ്യൂ പേപ്പർ അങ്ങനെ എന്തെങ്കിലും വെക്കും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇല്ലാത്ത ഒരു സംഭവം വെക്കും, അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ഗ്ലാസ്. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അങ്ങനത്തത് എടുക്കാൻ ആൾക്കാർക്ക് ഒരു ചമ്മലുണ്ട് പൊതുവെ. അദ്ദേഹം കുടിച്ച ഗ്ലാസ്സാണ് ഞാൻ എങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എക്സാക്ട്ലി. അല്ല, ഞാനൊരു ധാരണ പറഞ്ഞു. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഐ വുഡ് ഹാവ് gone for the coin first of all, and this is shining, it is interesting, easy to hold, like put it in the pocket. അപ്പോൾ 3 ഒബ്ജക്റ്റിൽ ഞാനത് മിഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതാണ് ഗസ് ചെയ്യുന്നത്. ഇതാണ് പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. ഓക്കെ. അപ്പം അങ്ങ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം അത് മാറ്റി വെച്ചത്, തിരിച്ചു വെച്ചത്. അതെ. ശരി, വരട്ടെ ഒരാൾ. ഹായ് ആദി, സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അവിടെ JB ജംഗ്ഷൻ്റെ ഹോട്ട് സീറ്റിലായിരിക്കും, എല്ലാ രഹസ്യങ്ങളും ഇങ്ങനെ കുഴിച്ചെടുക്കുമായിരിക്കും അവിടെ. എനിക്ക് ശരിക്കും ആദിയുടെ കൂടെ ഉള്ള യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. ഞാനും ആദി, പിന്നെ നമ്മുടെ മജീഷ്യൻ മൂർത്തി ചേട്ടൻ, പിന്നെ രാജേഷ് ചേട്ടൻ, അങ്ങനെ നമ്മളെല്ലാം, പിന്നെ ഷെറിനും ഉണ്ടായിരുന്നു, ആദിയുടെ വൈഫ്. ഞങ്ങളെല്ലാം കൂടെയുള്ള യാത്രകളും, ടർക്കി യാത്ര, പ്രോഗ്രാം, അവിടുത്തെ അനുഭവങ്ങളും ഒക്കെ എപ്പോഴും ഓർമ്മ വരാറുണ്ട്. ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ. ദുബായ് യാത്ര, പ്രോഗ്രാംസ്. ആദ്യം എന്നെ ഈ ഒരു കോമ്പിനേഷനിൽ വിളിക്കുമ്പോൾ, അതായത് പലപ്പോഴും ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്താണ് മെൻ്റലിസവും മാജിക്കും മ്യൂസിക്കും എങ്ങനെയാണ് കമ്പൈൻഡ് ആവുക? കാരണം വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം വലിയ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. മാജിക്കും മ്യൂസിക്കും മെൻ്റലിസവും കൂടി ചേർന്നിട്ട് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ കോമ്പിനേഷൻ? ആക്ച്വലി എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ആദ്യം എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്നോ, എന്തിനാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ, ഒരു പാട്ട് വായിച്ചിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് ഭാഗം വായിച്ചിട്ട് പോകണം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ചെന്ന് പിന്നെ ഇവരുമായിട്ടുള്ള ഡിസ്കഷൻ, പിന്നെ ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവുക, എന്നെ മാജിക്കിൻ്റെ പാർട്ടാക്കുക, അല്ലെങ്കിൽ മെൻ്റലിസത്തിൻ്റെ പാർട്ടാക്കുക, അവരെ മ്യൂസിക്കിൻ്റെ പാർട്ടാക്കുക, ഇതൊക്കെ ഒരു നല്ല രസമുള്ളൊരു കോമ്പിനേഷനായി മാറി. എനിക്കിഷ്ടമുള്ളൊരു ട്രയോ ആണത്. ഞാനും രാജമൂർത്തി ചേട്ടനും ആദിയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. എനിക്ക് ആദിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി ഉണ്ട്. ബാക്കി മെൻ്റലിസം അതൊക്കെ വേറെ, പേഴ്സണാലിറ്റി അത് വേറെ, പക്ഷേ നല്ലൊരു പാട്ടുകാരനാണ് ആദി. നന്നായി പാടും. സ്കൂൾ ടൈമിലൊക്കെ പുള്ളിക്കാരൻ ഒരുപാട് കോമ്പറ്റീഷനിലും ഒക്കെ പങ്കെടുക്കാനായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കൊരു പാട്ട് കേൾക്കണം, നന്നായിട്ടൊരു പാട്ട് എനിക്ക് വേണ്ടി പാടാം. താങ്കളുടെ വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്ത്, ബാലുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മൾ ഷോ ചെയ്യുന്നുണ്ട്. തകർക്ക്. അല്ല, എന്താണെന്നറിയോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു ഒരു കുഴപ്പമില്ല. എൻ്റെ ആദ്യം എന്താ കാരണം വെച്ചാൽ നമുക്കിത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഷോ, ഒരു വളരെ കൂളായിട്ട് പാടി. ഞാനിങ്ങനെ ജലദോഷമൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ല. ജലദോഷത്തിന് ഏറ്റവും നല്ല മരുന്നാണ് പാടുക എന്നുള്ളത്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പാടി. ഞാൻ പനിക്കൂർക്കാന്നാണ് കേട്ടിട്ടുള്ളത്. പാട്ട് ചികിത്സിക്കാത്ത ഏതെങ്കിലും രോഗമുണ്ടോ ലോകത്ത്? പാട്ട് പാടി എന്തെല്ലാം സംഭവം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതെ. അല്ല, ആദിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി എത്ര ആൾക്കാർ ആദ്യകാലത്തൊക്കെ കാത്തിരുന്നിട്ടുണ്ട്. അല്ല, അത് മുമ്പ് ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെയാണ് ഞാൻ സത്യം ഇത് ഒരു ക്ലാസ്സിലെ ആൾക്കാരൊക്കെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചത് പാട്ടല്ലേ? അതെ, നല്ല പണിയാണല്ലോ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ ഫേവറേറ്റ് പാട്ട് പാടാം, അല്ലെങ്കിൽ മൂളാം. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടും മറ്റുമില്ല. ഞാൻ പ്രൊഡ്യൂസറായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ തോന്നലിൽ ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ, സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപൂട്ടവേ, സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപൂട്ടവേ, വേനൽ പൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു, കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ. ഉടനടി
ശ്രീനിവാസം എന്നുള്ള സിനിമയിലെ നല്ലൊരു പാട്ടാണ്. അത് യു ആർ എ ഗുഡ് സിംഗർ. അയ്യോ ഞാൻ പറഞ്ഞ കളവായിട്ട് തോന്നിയോ? എൻ്റെ ശബ്ദത്തിന് പ്രശ്നമുണ്ട്, ഒരു കുഴപ്പമില്ല, വെള്ളിയും പിച്ചളയൊക്കെ അവിടെ ഇവിടെ കുഴപ്പമില്ലെന്ന് ആരും പറഞ്ഞ പോലെ നമ്മളൊരു പാട്ട് മത്സരം അല്ലല്ലോ നടക്കണേ. അതെ, ഈ പാട്ടിൻ്റെ എലമെന്റ് നിങ്ങൾ ഷോയിൽ ചേർക്കാറുണ്ടോ? ഒരു ഭാഗം, അതായത് ബാലു ഞാനും കൂടി ഒരു ഷോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ മൈൻഡ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഷോ, മൂന്നാമതൊരാൾ കൂടിയുണ്ട്, രാജമൂർത്തി എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത്. അപ്പോൾ അതിലൊരു മൊമെൻ്റ് ഉണ്ട്, ഒരു ഓഡിയൻസ് മെമ്പർ ഒരു റാൻഡമായിട്ട്, ഓക്കെ, ഒരു കാര്യം അതിനു മുമ്പേ പറയാം. നമ്മൾ ഷോയിൽ വരുമ്പം ഈ ഡൗട്ടൊന്നുമില്ല, ഒരു 500,000 ഓഡിയൻസിലേക്ക് നമ്മളൊരു ഫ്രിസ്ബി എറിയും. കാരണം ആകെ ആൾക്കാർക്ക് കൺക്ലൂഷൻ കിട്ടുന്ന ഷോ കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ നേരത്തെ സെറ്റ് ചെയ്തതാണോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രിസ്ബി ഫ്ലൈയിങ് ഡിസ്ക് എറിയും. അത് ആരാണോ പിടിക്കുന്നത് അവർക്ക് സ്റ്റേജിലേക്ക് വരാം. സോ ഒരു തരത്തിൽ നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് മെമ്പർ ഒരു പാട്ട് വിചാരിക്കും. പിന്നെ വേറെ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, അദ്ദേഹം അത് വിചാരിക്കുന്ന പാട്ട് ബാലഭാസ്കർ സ്റ്റേജിൽ നിന്ന് പാടണം, ഐ മീൻ വായിക്കണം, വയലിനിൽ വായിക്കണം. അത് ബാലഭാസ്കറാണ് കണ്ടെത്തുന്നത്, താങ്കളാണ് കണ്ടെത്തുന്നത്? എന്താണോ പാട്ടോ? അല്ല, ബാലുവിന് ഇത് ഓരോ തവണയും സർപ്രൈസ് ആണ്. ഇതെന്ത് പാടുന്നത് അദ്ദേഹം പേടിച്ചിട്ടാണ് വായിക്കുന്നത്. പക്ഷേ ഇടയിൽ ഞാനും ബാലുവും തമ്മിൽ ഒരു സൈലന്റ് ഒരു 2-3 ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നത്തിങ്. അവരെ ഈ പാട്ട് വിചാരിക്കുന്ന ആൾ ഒരു മ്യൂസിക് ലൈബ്രറിയിലുള്ള പോലെ ഇമാജിൻ ചെയ്ത് ഒരു സെമി ട്രാൻസ്ഫോമാണത്, ഹിപ്നോസിസിൻ്റെ ഒരു സെമി ട്രാൻസ്ഫോമാണ്. അപ്പോൾ അവർ ആ പാട്ട് കുറച്ച് സമയം കേട്ട് മനസ്സിലത് പാടും, മനസ്സിൽ മാത്രം. ബാലു അറ്റ് ദ സെയിം ടൈം അവരോട് സിങ്ക് ആയത് കേൾക്കണം. ആൻഡ് ദെൻ ബാലു ഹാസ് ടു പ്ലേ ദ സോങ്. അപ്പം വളരെ നമുക്കൊരു സ്റ്റാൻഡിങ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരാളെ വിളിച്ചിട്ട് അയാളോട് മനസ്സിലൊരു പാട്ട് പാടാൻ പറയുന്നു, അത് വിചാരിക്കാമോ എന്നാണോ? അല്ല, അത് പിന്നെ ആദ്യം വിചാരിക്കാൻ പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിക്കരുതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ആൾക്കാർ പ്രജഡൈസ്ഡ് ആവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ ഓർക്കുന്നോ? ഇല്ല, നമുക്കൊരു നിഷ്കളങ്കനായ ഒരാളെ. അല്ല, നിഷ്കളങ്കതയുടേതല്ല. ഇപ്പം അവർക്കറിയാം വാട്ട് ടു എക്സ്പെക്ട് വെൻ ദേ ആർ കമ്മിങ് ഹിയർ. അതല്ലാതെ ഇപ്പം ഒരു റാൻഡം ചിന്തയാണെങ്കിൽ എനിക്ക് ചിലപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റും.